വിഷ്ണുശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോ വന്നിട്ടുണ്ട്. റീമേക്ക് പോലെയല്ല, കുറച്ച് ഏറെക്കുറെ കൂടുതൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ആകെ വിഷമിച്ചിരിക്കുന്ന വിഷ്ണുവിനോട് രാഘവൻ നായർ പറയുന്നുണ്ട്, നിൻ്റെ ജീവിതത്തിലേക്ക് നിൻ്റെ ഭാര്യ ശാലിനി ഇവിടെ ഈ നാട്ടിലുണ്ട് എന്നൊക്കെ ഞാൻ വിശ്വസിക്കാം, പക്ഷേ അവൾ നിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോടാ മക്കളെ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ ഉത്തരമില്ലാതെ വിഷ്ണു ഇരിക്കുമ്പോൾ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ അച്ഛൻ അവളെ തിരിച്ചു കൊണ്ടുവരും എന്നിങ്ങനെ വാക്ക് കൊടുക്കുന്നുണ്ട്. സ്നേഹത്തോടെ വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുകയാണ്. അന്നേരം വിഷ്ണുവിന് ആശ്വാസമൊക്കെ ആകുന്നുണ്ട്. ഇതേസമയം ശ്യാമയാണെങ്കിൽ മുറ്റത്തു നിന്ന് ശാരദാമ്മയെ ഫോൺ കാണിക്കുന്നുണ്ട്. പിന്നീട് ശാരദാമ്മയും ഫോണിൽ സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ തങ്ങളിലായിരിക്കാം സംസാരിക്കുന്നത്. അന്നേരം കാര്യങ്ങളുമൊക്കെ സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് ഇങ്ങനെ തിരിയുമ്പോൾ രാഘവൻ നായരെ കാണുകയാണ്. ഇവരുടെ ഈ ശ്യാമയുടെ സംസാരമൊക്കെ രാഘവൻ നായർ കേട്ടിരുന്നു. അപ്പോൾ അവിടെ ഉണ്ട്, ശാലിനിയുണ്ട്, ശാരദാമ്മയുണ്ട് എന്നുള്ളതൊക്കെ രാഘവൻ നായർക്ക് മനസ്സിലാവുകയാണ്. ശ്യാമ ഒന്ന് അന്തം വിട്ട് നിൽക്കുന്നതുമായിട്ടാണ് കാണിക്കുന്നത്. തുടർന്നാണ് എപ്പിസോഡിൻ്റെ മെയിൻ ഭാഗത്തിൽ കാണിക്കുന്നത്, കുടുംബശ്രീ വീട്ടിലേക്ക് രാഘവൻ നായർ വരികയാണ്. കാറിൽ വന്ന് ഇറങ്ങുന്നത് കാണിക്കുന്നുണ്ട്. അന്നേരം ഹോട്ടലും വീടും ഒക്കെ രാഘവൻ നായർ ഇങ്ങനെ കുറേ സമയം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. മുറ്റത്ത് ജില്ലാ കളക്ടർ എന്ന ബോർഡ് വെച്ച ശാലിനിയുടെ വണ്ടി കിടക്കുന്നതൊക്കെ രാഘവൻ നായർ കാണുന്നുണ്ട്. ആകെ അങ്ങ് സന്തോഷമാവുകയാണ്. രാഘവൻ നായർ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം ശാരദാമ്മയാണ് കാണുന്നത്. ശാരദാമ്മ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. പക്ഷേ രാഘവൻ നായർ സ്നേഹത്തോടെ തന്നെ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട്, കയറിയിരിക്കുകയാണ്. തുടർന്ന് അവർ സംസാരിക്കുന്നു. അത് സംസാരമൊന്നും കാണിക്കുന്നില്ല. അതിനുശേഷം ശാലിനി ഇങ്ങനെ അകത്തുനിന്ന് ഓടി ഇറങ്ങി വരികയാണ്. അച്ഛൻ വന്നിട്ടുണ്ട് എന്നറിയുമ്പോൾ ശാലിനി ഓടി ഇറങ്ങി വരുന്നതും രാഘവൻ നായർ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ശാലിനിയെ നോക്കി നിൽക്കുന്നതും താനെല്ലാം അറിഞ്ഞു എന്നുള്ള രീതിയിൽ രാഘവൻ നായർക്ക് ആകെ സന്തോഷമാണ്. ജില്ലാ കളക്ടർ ആയല്ലോ തൻ്റെ മരുമകൾ എന്ന ഉദ്ദേശത്തിൽ, ഇനിയെല്ലാം അച്ഛൻ നോക്കിക്കോളാം എന്ന ഉദ്ദേശത്തിൽ രാഘവൻ നായർ നിൽക്കുന്നതും ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി നിശ്ചയ ദിവസം രാഘവൻ നായരിനെ ഡ്രാമ കളിക്കുമോ അതോ എങ്ങനെ ശാലിനിയെ കൊണ്ടുവരാൻ നോക്കും എന്നുള്ളത് നമുക്ക് ഫുൾ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് കാണാം. എന്തായാലും വിഷ്ണുവും ശാലിനിയും നേരിട്ട് മുഖാമുഖം കാണുന്നതും സത്യഭാമ ശാലിനി കളക്ടറാണ് എന്നുള്ളത് അറിയുന്നതുമൊക്കെ വരും എപ്പിസോഡുകൾ തന്നെയാണ്. ഓക്കെ, താങ്ക് യു.